അകന്നകന്നുപോയ നേട്ടങ്ങളെ. എൻ കൈത്തൂവള്ളയിൽ തന്നെയാണ് നിങ്ങൾക്കസ്തമയം. 2024-25 സീസൺ റാഫിഞ്ഞയുടെ പുസ്തകത്താളുകളിലെ വെൺമുകിലാർന്ന അധ്യായമായിരുന്നു. ബ്ലോഗ്രാന ജേഴ്സിയിൽ റാഫിഞ്ഞ എന്ന ആയുധത്തിന്റെ മൂർച്ചയെറിഞ്ഞ നാളുകളായിരുന്നു. എന്നിട്ടുമെന്തേ അയാളെ തേടി അർഹിച്ച അംഗീകാരങ്ങൾ എത്താതിരുന്നത്? അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം അയാൾ ഒരു കയ്യൊപ്പ് ചാർത്തി. സമ്മർദ്ദഘട്ടങ്ങളിൽ അയാൾ അവതരിച്ചു. പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ടീമിനെ പ്രേരിപ്പിച്ചു. വൻ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത മനസ്സുമായി ധീരതയോടെ കളിക്കളത്തിൽ തേരോട്ടം നടത്തി. പാരമ്പര്യം പേറുന്ന സാംബയുടെ ചടുല നീക്കങ്ങളിൽ എതിരാളികളെ കീഴ്പ്പെടുത്തി. ഒരു ഫുട്ബോൾ പ്രേമിയുടെ ആസ്വാദനം റാഫിഞ്ഞ എന്ന 3 വാക്കുകളിൽ ലയിക്കുകയായിരുന്നു. ആ ലയനത്തിൽ മതിമറന്ന് ആനന്ദത്താൽ അവർ നൃത്തമാടി. പിന്നെങ്ങനെയാണ് അംഗീകാരങ്ങളുടെ കൺമുന്നിൽ മാത്രം മൂടുപടം ചാർത്തപ്പെട്ടത്? നിങ്ങളൊരു അന്ധനാണെങ്കിൽ അയാളുടെ പ്രകടനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാം. നിങ്ങളൊരു ബധിരനാണെങ്കിൽ അയാൾക്കായി ഉയർന്ന ആരാധക കാഹളങ്ങൾ ചെവിനാദങ്ങളായി പരിണമിച്ചു എന്ന് പറയാം. നിങ്ങളൊരു മൂകനാണെങ്കിൽ അയാൾക്കായി ഉയർന്ന ശബ്ദങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വാദിക്കാം. റാഫിഞ്ഞയുടെ കരങ്ങളിലേക്ക് എന്തുകൊണ്ട് അംഗീകാരങ്ങൾ എത്തിയില്ല എന്ന ചോദ്യത്തിന് ഫുട്ബോളിലെ മീഡിയ നെറേറ്റീവ്, ഹൈലൈറ്റ് കൾച്ചർ, സ്റ്റാർ ഇമേജ് എന്നിവയാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എടുത്തു പറയത്തക്ക വിധ മൊമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ റാഫിഞ്ഞക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ആയതിനാൽ തന്നെ വ്യക്തിപരമായ ബാലൻഡ്യൂർ പോലത്തെ അവാർഡുകളുടെ ചർച്ചകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തള്ളപ്പെട്ടു. അവാർഡുകൾക്കുമപ്പുറം അയാൾ ഫുട്ബോൾ പ്രേമിയുടെ ഹൃദയം കീഴടക്കിയതല്ലേ? ആധുനിക ഫുട്ബോളിൽ കണക്കുകളും ട്രോഫികളും മാത്രമാണ് പലപ്പോഴും താരങ്ങൾ അളക്കാനുള്ള മാനദണ്ഡമാകുന്നത്. എന്നാൽ അതിനുമപ്പുറം പച്ചപ്പുൽ മൈതാനങ്ങൾക്ക് മേൽ കാൽപന്തിനെ അതിൻ്റെ പൂർണ്ണ ഭംഗിയോടെ വരച്ചിടുന്ന ചില താരങ്ങളുണ്ട്. ബാർസലോണയുടെ ബ്രസീലിയൻ വിങ്ങർ റാഫിഞ്ഞ അത്തരത്തിലുള്ള ഒരു താരമാണ്. കഴിഞ്ഞ സീസണിൽ നടത്തിയ അത്ഭുതകരമായ പ്രകടനങ്ങൾക്കുമപ്പുറം അർഹിച്ചത്ര വലിയ പുരസ്കാരങ്ങളോ ആഗോളതരത്തിലുള്ള പ്രശംസകളോ ലഭിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരവിശ്വസനീയമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ റാഫിഞ്ഞ തളർന്നില്ലായിരുന്നു. അയാളുടെ നൃത്തച്ചുവടുകൾക്ക് താളം തെറ്റിയില്ല. ലഭിക്കാതെ പോയ അംഗീകാരത്തെക്കുറിച്ച് തേങ്ങിക്കരഞ്ഞില്ല. അയാൾ വായ കൊണ്ട് മറുപടി പറയുന്നവനല്ല, മറിച്ച് കളിക്കളത്തിൽ വിധികർത്താക്കളുടെ അണ്ണാക്കിലേക്ക് അതുകൊണ്ടാണ് അയാൾ മറുപടി പറയുക. അതാണ് അയാളുടെ ശൈലി. ആ ശൈലിയിൽ കഴിഞ്ഞ സീസണിൽ റാഫി അവഗണിച്ച ഓരോരുത്തരും ഒഴുകിത്തീരുകയാണ്. കാരണം ഓരോ അവഗണനയെയും പ്രേരണയാക്കിക്കൊണ്ട് ഫുട്ബോൾ പ്രയാണത്തിൽ മറ്റാർക്കും രചിച്ചെടുക്കാൻ കഴിയാത്ത പാത സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് റാഫിഞ്ഞയുടെ ലക്ഷ്യം. മെസ്സി പടിയിറങ്ങിയതോടെ ബാർസലോണയുടെ പ്രതാപകാലം ഓർമ്മയായി തുടങ്ങിയിരുന്നു. എന്നാൽ കാളിമയിൽ ലയിച്ചുപോയ ബാർസയെ കരകയറ്റാനും ചുക്കാൻ പിടിച്ചതും റാഫിഞ്ഞയായിരുന്നു. ബ്ലോഗ്രാന ജേഴ്സി അണിഞ്ഞ ആദ്യ നാൾ മുതൽ തന്നെ റാഫിഞ്ഞ തന്റെ ഉത്തരവാദിത്തം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വിങ്ങിൽ നിന്ന് കളി മെനയുകയും നിർണായക സമയങ്ങളിൽ ഗോൾ കണ്ടെത്തുകയും പ്രതിരോധ കോട്ടയ്ക്ക് കൂട്ടുപിടിക്കാൻ തയ്യാറാകുന്ന അദ്ദേഹത്തിന്റെ മനോഭാവം കോച്ചുമാരുടെയും സഹതാരങ്ങളുടെയും വിശ്വാസം നേടിപ്പറ്റി. പിന്നീട് അങ്ങോട്ട് അയാളുടെ സാന്നിധ്യം ബാർസലോണക്ക് അത്രത്തോളം ആശ്വാസകരമായിരുന്നു. നിർണായക ഘട്ടങ്ങളിൽ അയാൾ അവതരിക്കുന്നു. എതിരാളികൾ എത്ര കൊലകൊമ്പന്മാരായാലും അവരെ നേരിടാനുള്ള മനക്കരുത്ത് ലീഗ് മത്സരങ്ങളിലും കിരീട പോരാട്ടങ്ങളിലും നിർണായകമായി. ടീമിന്റെ ടാക്ടിക്കൽ ശൈലിയിലേക്ക് പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ടീമിന് ഊർജം നൽകുന്നതായിരുന്നു. 2024-25 സീസണിൽ FC ബാർസലോണക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച റാഫിഞ്ഞ ആഭ്യന്തര ട്രബിളായ ലാലിഗയും കോപ്പ ഡെൽ റേയും സ്പാനിഷ് സൂപ്പർ കപ്പും നേടുകയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ ആകുകയും നിരവധി ഗോളുകളും അസിസ്റ്റുകളും നേടിയ തൻ്റെ മികച്ച പ്രകടനത്തിന് ലാലിഗ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് നേടുകയും ചെയ്തു. 57 മത്സരങ്ങളിൽ നിന്ന് 34 ഗോളുകളും 26 അസിസ്റ്റുകളും ബാർസലോണക്കായി അയാൾ നേടിയെടുത്തു. എന്നാൽ താൻ ക്ഷീണിച്ചിട്ടില്ല എന്ന് എതിരാളികളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തവണയും അദ്ദേഹം വിമർശനങ്ങൾക്ക് തിരശ്ശീലയിട്ടുകൊണ്ട് മുന്നേറുകയാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 4 അസിസ്റ്റുകളും ഇതുവരെ അയാൾ സ്വന്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ അയാളെ ഫുട്ബോൾ ലോകം ചിത്രീകരിച്ചില്ലേ? ബ്രസീലിന്റെ മണ്ണിൽ ജനിച്ചു വീണ റാഫിഞ്ഞയുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കാനറിപ്പടയുടെ ഇതിഹാസ നായകന്മാരുടെ ചോരത്തിളപ്പുള്ള കഥകളാണ്. ആ പാരമ്പര്യത്തിന്റെ പോരിശയിൽ അതേ വീറോടെ അതേ വാശിയോടെ പച്ചപ്പുകൾക്ക് മേൽ അദ്ദേഹം നിറഞ്ഞാടുമ്പോൾ ഫുട്ബോളിന്റെ ചരിത്ര താളുകളിലേക്ക് എഴുതി ചേർക്കപ്പെടേണ്ട പുതുചരിത്രമാണ് മഷിപ്പടർപ്പുകളാൽ കവിഞ്ഞൊഴുകുന്നത്. അകന്നകന്നു പോയ നേട്ടങ്ങളെ. ഒടുക്കം നിങ്ങളുടെ അസ്തമയം എൻ്റെ കൈത്തൂവെള്ളയിൽ തന്നെയായിരിക്കും. ഓരോ മത്സരവും അദ്ദേഹത്തിന് ഒരു പ്രസ്താവനയാണ്.
കഴിഞ്ഞ വർഷം ഒരപവാദം മാത്രമാണെന്ന ആത്മവിശ്വാസം ഓരോ സ്പർശനത്തിലും പ്രകടമാണ്. നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം മാത്രമല്ല, സ്വന്തം കഴിവുകൾ വീണ്ടും ലോകത്തിനു മുമ്പിൽ തെളിയിക്കാനുള്ള നിശ്ചയദാർഢ്യവും ഈ തിരിച്ചുവരവിൽ നിങ്ങൾക്ക് കൺകുളിർക്ക് കാണാം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം വീണ്ടും ഒരുങ്ങുകയാണ്. ഫുട്ബോൾ ലോകം അയാൾക്കായി ആർത്ത് വിളിക്കുമ്പോൾ ഒരു പ്രകമ്പനത്തോടു കൂടെ ആ പേര് നിങ്ങൾ വീണ്ടും കേൾക്കും. റാഫേൽ ഡിയാസ് ബെല്ലോളി.